നമസ്കാരം. ഞാൻ തൃശ്ശൂർ കൺട്രോൾ റൂമിൽ നിന്ന് ഡ്യൂട്ടിയുള്ള SI ആണ്. നമ്മുടെ ശക്തൻ സ്റ്റാൻഡിൽ കുറച്ച് സമയം ഡ്യൂട്ടിക്ക് വന്ന് ഇരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ആ സമയത്ത് പല വണ്ടികളും നമ്മുടെ സ്റ്റാൻഡിലേക്ക് ബാക്ക് അടിക്കുന്ന ഒരു ഭാഗം കണ്ടു. ഡ്രൈവർ ബാക്ക് നോക്കി വണ്ടി എടുക്കണു. കണ്ടക്ടർ ഉണ്ടാവും എന്നുള്ള ധാരണയിൽ കണ്ടക്ടർ അപ്പുറത്തെ സൈഡിൽ നിന്ന് വർത്താനം പറയണു. ചില ബസ്സിൽ ഉള്ളിൽ കയറി നിന്നിട്ട് താഴത്തേക്ക് നോക്കുന്നു. ചില ബസ്സിൽ ആളില്ലാതെ ബാക്ക് അടിക്കുന്നു. ഇപ്പം നമ്മുടെ യാത്രക്കാരൊക്കെ ഒന്നുകിൽ വണ്ടി നോക്കിയിട്ട് അല്ലെങ്കിൽ അവർക്ക് എത്തേണ്ട സ്ഥലത്ത് വണ്ടി എവിടെ കിടക്കണേന്നൊക്കെ നോക്കിയിട്ടാവും, അല്ലെങ്കിൽ വർത്തമാനം പറഞ്ഞിട്ടാവും നടക്കുന്നുണ്ടാവാം. അതല്ലെങ്കിൽ മൊബൈൽ വിളിച്ചിട്ടാവും. അവർ ഈ ബസ് ബാക്ക് അടിച്ച് വരുന്ന കാര്യമൊന്നും ശ്രദ്ധിക്കുന്നില്ല. ബസ് ബാക്ക് അടിക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടികളിലൊന്നും സൗണ്ടോ കാര്യങ്ങളോ ഇല്ല. ഇനി സൗണ്ട് ഉണ്ടായാൽ തന്നെ അത് ശ്രദ്ധിക്കണമെന്നില്ല. അപ്പോൾ ഇതിന് നമുക്കൊരു പരിഹാരമുള്ളത്, ഇതിലെ കണ്ടക്ടർ ഡ്രൈവറുടെ സൈഡിൽ പുറകിൽ നിന്നിട്ട് അവർക്ക് ഡയറക്ഷൻ കൊടുക്കലാണ് ഇതിൽ നമുക്കൊരു മാർഗമുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ക്യാമറ നോക്കിയിട്ട് ബാക്കിലെ ക്യാമറ നോക്കി വണ്ടി ഓടിക്കണം. അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ ബസ്സിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഉണ്ടാവാൻ സാധ്യത ഇല്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു സൗകര്യം എന്ന് പറഞ്ഞിട്ട് കണ്ടക്ടർ ഡ്രൈവറുടെ സൈഡിൽ നിന്നിട്ട് വിസലടിക്കുക, ബാക്കിലെ ആൾക്കാർ നോക്കുക. ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റി നിർത്തിയിട്ട് വണ്ടി ഓടിക്കാൻ പറയുക. കാരണം ഒരു ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് വളരെ കഷ്ടമുള്ള കാര്യമാണ്. ആ കുടുംബത്തിനും അതുപോലെ അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ദുഃഖമുള്ള കാര്യമാണ്. നമ്മളെ കൊണ്ട് ചെറിയ ഒരു സമയത്ത് ശ്രദ്ധയുണ്ടായി കഴിഞ്ഞാൽ എന്തായാലും നമ്മളത് നോക്കുന്നുണ്ട്. ബസ്സിൻ്റെ ഉള്ളിൽ നിന്നിട്ട് അല്ലെങ്കിൽ പുറത്തു നിന്നിട്ട് വെറുതെ വിസിലടിക്കുന്നുണ്ട്. പക്ഷെ അത് നോക്കാതെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പലരും. ഇപ്പം ഞാൻ ഇന്നടുത്ത് ഒരു 5-10 വീഡിയോ എടുത്ത് അതിൽ പല ബസ്സുകാർക്കും ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവർ എങ്ങനെയാണ് വണ്ടി ഓടിക്കുക എന്നുള്ളത്. പലരും തർക്കത്തിന് വന്നു. പക്ഷെ വീഡിയോ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി അവർ ചെയ്ത് ശരിയല്ല എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആരും ശിക്ഷിക്കാനല്ല, പക്ഷെ നമുക്കൊരു സ്റ്റേജ് കഴിഞ്ഞാൽ ശിക്ഷിക്കേണ്ടി തന്നെ വരും. അപ്പോൾ പലരും ലൈസൻസ് കട്ടാക്കൽ അല്ലെങ്കിൽ ഫൈൻ അടപ്പിക്കൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വരും. അപ്പോൾ അങ്ങനെ ഒരു അപകടം നമ്മുടെ ഈ ബസ് സ്റ്റാൻഡിൽ, ശക്തൻ സ്റ്റാൻഡിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ട. ശക്തൻ സ്റ്റാൻഡിൽ നിന്നല്ല, ഏതൊരു ബസ് സ്റ്റാൻഡിലും, നോർത്ത് ബസ് സ്റ്റാൻഡിലായാലും എവിടെയായാലും ഉണ്ടാവരുതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വോയിസ് പ്രൈമറിനോട് ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. കാരണം 1-2 വണ്ടിക്കാർക്കെതിരെ നടപടി എടുത്തു എന്നുകൊണ്ട് മാത്രം അവസാനിക്കുന്ന ഒരു വിഷയമല്ല അത്. നമ്മുടെ അവിടെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട്, 100 കണക്കിന് വണ്ടികളിലാണ്. അപ്പോൾ എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ്, എല്ലാവരും ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വോയിസ് ഇടുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഒരു അപകടം ഇല്ലാതെ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്ത ഉപകാരമായിരുന്നു. ഓക്കെ, താങ്ക് യു.